ജൂഡ്സൺ ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഞാനാണെങ്കിൽ വിളിക്കാനും പോയില്ല കേട്ടോ. അപ്പോൾ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്ത് എൻ്റെ പതിവ് പരിപാടികളിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ അലക്കാനുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അലക്കണം. അലക്കിയില്ലെങ്കിൽ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങിയെടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അധികം ദിവസമായി കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നരാടെങ്കിലും അലക്കിയേ പറ്റുള്ളൂ. നല്ല ചൂടല്ലേ പകൽ. അപ്പോൾ ഞാൻ തുണികളൊക്കെ അലക്കാനിട്ടു. മെഷീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഗാർഡനിങ് പരിപാടിയിലോട്ട് കടക്കുകയാണ്. വാതിൽ തുറക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴേക്കും യോണ്ടാൻ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് യോണ്ടാൻ എന്നെ വിളിക്കണേന്ന്. എവിടെ നിന്ന്? ചെമ്മീൻകാരൻ വരണുണ്ടായിരുന്നു, കുമ്പളങ്ങിക്കാരനെ. അപ്പോൾ പുള്ളി വരണുണ്ടെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയായിരുന്നത്. പിന്നെ ഞാൻ വേഗം ചെന്ന് ആ ചേട്ടനോട് ഉണക്കച്ചെമ്മീൻ ഉണ്ടാകുന്ന ചോദിച്ചപ്പോഴേക്കും ഉണക്കച്ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജൂഡ്സനെ വിളിച്ച് ജൂഡ്സൺ ചെന്ന് ഉണക്കച്ചെമ്മീൻ വാങ്ങിച്ചു തന്നിട്ടാ. ആ ഒരു പാക്കറ്റ് ചെമ്മീന് 150 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ചെമ്മീനും ആയിരുന്നു കേട്ടോ. നല്ല ചെമ്മീനാണ് ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഈ ആഴ്ചയിൽ സീമയുടെ അടുത്ത് പോകുന്നുണ്ട് 2-3 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അവൾക്കും കൂടെ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു പാക്കറ്റും കൂടെ ഉണക്കച്ചെമ്മീൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അത് അകത്ത് കൊണ്ടേ വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറാനായിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോഴാണ് റോസ് മഴയത്തിരുന്നിട്ട് ഒത്തിരി പൂക്കളും മൊട്ടുകളും അടർന്നു പോയി. അപ്പോൾ ഞാൻ ഇന്നലെ വരാന്തയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ ബാക്കിയുള്ള മുട്ടുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുല്ല ഞാൻ നല്ല കറക്റ്റ് സമയത്താണ് മാറ്റി നട്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിറയെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പൂക്കൾ എല്ലാ ദിവസവും വിടുന്നുണ്ട് കേട്ടോ. 2-3 ആണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. അതുപോലെ ഡാൻസിങ് ലേഡിനോട് ഞാൻ വിരോധം പറഞ്ഞത് അതിന് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെയും അത് മുട്ടിട്ടിട്ടുണ്ടേ. അതൊരു സന്തോഷമുള്ള ഒരു കാഴ്ചയല്ലേ. പിന്നെ അടീനിയത്തിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും വലിയതായിട്ട് പുല്ലൊന്നും മുളച്ചിട്ടില്ല. പൂക്കളൊക്കെ നല്ല മദർ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളൊക്കെ നല്ല രസമായിട്ട് മഴത്തുള്ളികളൊക്കെ വീണ് സന്തോഷമായിട്ട് കുളിച്ച് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ നന്നായിട്ട് പെയ്തെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നേ. പക്ഷേ ചെടികളൊക്കെ കണ്ടപ്പോഴാണ് ഒരുവിധം നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത്. എല്ലാ ചെടികളിലും മരത്തിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വെളുപ്പിനും പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആകെ മങ്ങിയിരിക്കുന്നല്ലോ എന്ന് കരുതിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ ദിവാകരേട്ടന് ഒരു മടി. നിറയെ മഴക്കാറുണ്ട്. കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് പുള്ളിക്ക് പുറത്തേക്ക് പോരാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതുപോലെ. പക്ഷികൾ വരെ ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇങ്ങേർക്ക് എന്താണാവോ ഇന്നൊരിത്തിരി മടിയാണേ. അപ്പം ഞാനങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും എൻ്റെ സ്പൈറൽ ഗാർഡനിൽ കണ്ണുടക്കിയിട്ടാ. നേരത്തെ ഞാൻ ടേർട്ടിൽ വൈൻ കൊണ്ടാണ് സ്പൈറൽ ഗാർഡൻ ഉണ്ടാക്കിയിരുന്നത്. അത് മാറ്റിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ദിവസം ഈ പൂ പോലെ സുന്ദരമാവട്ടെ.